നോക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. പെപ്പ് 9 ആണ് എന്ന് ചോദിച്ചതാ ജൂൺ 2014 എത്ര മാർക്കിന്? 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. സിമ്പിൾസ് ആണ്. അപ്പോൾ MCQയിൽ ഇത് കുറേ കയറി വരുന്നത് നിങ്ങൾക്ക് കണ്ടുകൂടെ? 2 മാർക്കിന് ഇപ്പോൾ 2 മാർക്കിന് ഇതേ ടൈപ്പ് സാധനം ചോദിച്ചൂടെ? ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? സ്റ്റാൻഡേർഡ് അവർ അതന്നെയാണ്. ഏത് സ്റ്റാൻഡേർഡ് അവർ തന്നെയാണ്? ഏത് ടൈം പറയടാ അലൗഡ് എത്ര മണിക്കൂറുണ്ട്? 48 മണിക്കൂർ. എന്നാൽ ഞാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള എംപ്ലോയി ആയതുകൊണ്ട് എത്ര മണിക്കൂർ കൊണ്ട് ചെയ്തു? 30 മണിക്കൂർ. സ്വാഭാവികമായിട്ടും ടൈം സേവ്ഡ് എത്ര വരും? 18 hours വരും. സിമ്പിൾ, നത്തിങ് ലേറ്റ്. പിന്നെ അവർ പറഞ്ഞ സാധനം ഇതാണ്. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇക്വേഷൻ ഇല്ലേ, ഇത് ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ്, റോവൻ അല്ലേ, പ്ലസ് ഏതാ പറയും? ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ ടൈം അലൗഡ് ഇൻറ്റു ആക്ച്വൽ ടൈം ഇൻറ്റു ഏതാണ്? ടൈം റേറ്റ്. ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ഇത് കഴിഞ്ഞാലും ക്ലിയർ ആവില്ല, ശ്രദ്ധിക്കൂല. ഓക്കെ അല്ലേ? പിന്നെ ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, നിങ്ങളത് മാറ്റണം. ചില കുട്ടികളുടെ ഒരു പ്രത്യേകത എല്ലായിടത്തും കാണാം, സാറ് പറയുമ്പോൾ ക്ലിയർ ആവില്ല. ആരെന്നെ പറഞ്ഞു? ഇപ്പുറത്തൊന്നും തന്നെ പറയണം, ഇവൻ പറഞ്ഞാലേ ക്ലിയർ ആവുള്ളൂ. അങ്ങനെ കുറേ ആളുകൾ ഇരിക്കുന്നത് നിങ്ങളുടെ അവരെന്താണ്? ഒരു കഴിവില്ലായ്മയാണ്, ഒരു പ്രശ്നമാണ്. ഓക്കെ അല്ലേ? നിങ്ങളതിന് ആ മെൻറ്റാലിറ്റി ഒന്ന് മാറ്റണം. ഡിസ്കസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ അതൊക്കെ ഓക്കെ. എപ്പോഴെങ്കിലും ഇത് ഫുള്ള് തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് നല്ലതല്ല. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാലും നിങ്ങൾ മാറ്റാൻ പോകുന്നില്ല മക്കളെ. ഇതൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ നമുക്ക് അല്ല, ഇതൊക്കെ ചെയ്തിട്ട് ഇതല്ല ടോട്ടൽ ഏണിങ്സ്. ഇതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ആക്ച്വൽ ഹവറെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് എത്ര? 55. കിട്ടിയാ മക്കളെ? ഇത്രയും സാധനം ചെയ്താൽ കിട്ടുന്നതിൻ്റെ പേരെന്താ? ഏണിങ്സ് ഡിവൈഡ് ബൈ ആക്ച്വൽ ഹവർ. അപ്പോൾ എഫക്റ്റീവ് റേറ്റ് പെർ ഹവർ ആസ് പെർ ഏതാണ്? റോവനാണ് ഈ 55. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പോൾ ഈ ടോട്ടൽ ഏണിങ്സ് ആണ് എന്ത്? ഈ പറയുന്ന സാധനം ഇതല്ലേ ടോട്ടൽ ഏണിങ്സ് അല്ലടാ മക്കളെ? ദിസ് വൺ. അപ്പോൾ ടോട്ടൽ ഏണിങ്സ് നമുക്ക് ഇതിൽ നിന്ന് കാണാം. എങ്ങനെ? ടോട്ടൽ ഏണിങ്സ് ഡിവൈഡ് ബൈ ആക്ച്വൽ അവർ ഈസ് ഈക്വൽ ടു 55 കിട്ടിയാൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഏണിങ്സ് എങ്ങനെ കാണാം? ഇതേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആക്ച്വൽ അവർ 30 ക്വസ്റ്റ്യൻ അറിയാം, ഇത് 55 അറിയാം, മൾട്ടിപ്ലൈ ചെയ്താൽ 1650 കിട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി ആൻസർ അറിയാം. നോർമലി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൻസർ 1650 അറിയാം. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. എന്താ? ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ്, പിന്നെ ടൈം സേവ് ഡിവൈഡ് ബൈ ടൈം അലൗഡ് ഇൻറ്റു ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ്. ഇതിൽ അറിയാവുന്നതൊക്കെ ഇടാം. എത്ര? ആക്ച്വൽ ടൈം അറിയാം 30, ടൈം റേറ്റ് അറിയില്ല, അതാണ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ ടൈം അലൗഡ്, പിന്നെ ആക്ച്വൽ ടൈം റേറ്റ് ഒക്കെ ചെയ്ത് ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. എന്നാലും ചില ആളുകൾക്ക് പ്രയാസമുണ്ടോ, അതിന് വേണ്ടിയിട്ട് മാഷ് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നു കൊമേഴ്സുകാർക്ക് വേണ്ടിയിട്ട്. ഇത് ആദ്യം ചെയ്യാം. എങ്ങനെ ചെയ്യാം? കാൽക്കുലേറ്റ് ഒറ്റ സ്ട്രക്ചർ ചെയ്യാം. 18 ഡിവൈഡ് ബൈ 48 ഇൻറ്റു 30. ഓക്കെ അല്ലേ? എത്ര വരും? 11.25 ഇൻറ്റു TR അവിടെ ഉണ്ടാവില്ലേ ടൈം റേറ്റ്, അത് അവിടെ തന്നെ എടുക്കട്ടെ. ഓക്കെ അല്ലേ? പിന്നെ 30 ഇൻറ്റു TR, 30 TR ഇങ്ങനെ എഴുതാനൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ എഴുതിയാലും മതി. 30 TR കണ്ടാ പ്ലസ് ഏതാ? 11.25 TR. പിന്നെ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻറ്റു ഉണ്ടല്ലോ, എടുക്കട്ടെ, ഒരു വഴിക്ക് പോലെ. ഇനി ഈസി അല്ലേ? നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ കഴിയില്ലേ? ഏത് രണ്ടും കൂടെ? 30 TR പ്ലസ് 11.25 TR എത്ര വരും? 41.25 TR വരും അല്ലേ? ഇനി 1650 ഇവിടെ ഇൻറ്റു അല്ലേ? അല്ലടാ, ഇതിന് ഇങ്ങോട്ട് കൂടുന്ന എന്താവും? ഡിവിഷൻ ആവും. ക്ലിയർ? അങ്ങനെ എത്ര കിട്ടും? 40 അവർ കിട്ടും. ദിസ് ഈസ് വാട്ട് ഈസ് ടൈം റേറ്റ്. നിങ്ങൾക്ക് പ്രൂഫ് വേണമെങ്കിൽ, നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ പ്രൂഫ് വേണമെങ്കിൽ ഇതേ ഇക്വേഷൻ അല്ലേ, അതിലൊന്ന് ഇട്ട് നോക്ക്. ആക്ച്വൽ ടൈം എത്ര പറയും? 30 ഇൻറ്റു 40 ചെയ്ത് നോക്ക്, പ്ലസ് 18 ഡിവൈഡഡ് ബൈ 48 ഇൻറ്റു 30 ഇൻറ്റു 40. അപ്പോൾ ചെയ്താൽ എത്ര കിട്ടണം? 1650 കിട്ടിയാൽ ഓക്കെ. കിട്ടണ്ട? കൺഗ്രാജുലേഷൻസ്.